മുസ്ലിമീങ്ങളുടെ റബ്ബെന്നല്ല, അറബികളുടെ റബ്ബെന്നല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തിലേക്കോ ഒരു നാട്ടിലേക്കോ ചേർത്തുകൊണ്ട്, ഒരു വിഭാഗത്തിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ റബ്ബാണെന്നുമല്ല അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോകരുടെയും രക്ഷിതാവ് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ആ റബ്ബ് ഈ ലോകത്തേക്ക് മനുഷ്യന് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അവസാനമായി നിയോഗിച്ചയാളാണല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ മുസ്ലിമീങ്ങളിലേക്ക് മാത്രം വന്ന നബിയാണോ? ആ റസൂൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് മാത്രം വന്ന നബിയാണോ? ഒരിക്കലുമല്ലല്ലോ. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, സർവ്വ മനുഷ്യരിലേക്കും ബശീറും നദീറുമായിക്കൊണ്ട്. അഥവാ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ ആരനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവർക്ക് മരണാനന്തരം ശാശ്വതമായ മോക്ഷമുണ്ട്. ആ കൽപ്പനകളെ ആര് ധിക്കരിക്കുകയും അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് കത്തിയാളുന്ന നരകശിക്ഷയാണുള്ളത് എന്നിങ്ങനെ ബശീറും നദീറുമായിക്കൊണ്ട് സർവ്വ മനുഷ്യരിലേക്കും അയക്കപ്പെട്ട റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതാണോ? ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർക്കുള്ളതാണോ? ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണോ? അല്ലല്ലോ, മറിച്ച് എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ഉദ്ഘാടനം നടന്നത് ഒരു പരിശുദ്ധമായ റമദാനിലാണല്ലോ. ആ റമദാനിൽ അവതീർണമായ പരിശുദ്ധ ഖുർആൻ, അതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞത് ഹുദൽ ലിന്നാസ്, സർവ്വജനങ്ങൾക്കും മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണ്. എല്ലാവർക്കും വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാവരിലേക്കുമുള്ള റസൂലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആ റബ്ബുൽ ആലമീൻ ആ പരിശുദ്ധമായ ഖുർആൻ നൽകിയതിലൂടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ദീനുൽ ഇസ്ലാം എന്ന മതമുണ്ടല്ലോ, ആ ദീനുൽ ഇസ്ലാം അത് സർവ്വ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല. അതുകൊണ്ട് ആമുഖമായി ഞാൻ സൂചിപ്പിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, സഹോദരങ്ങളോട് പറയട്ടെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമല്ല, സർവ്വ മനുഷ്യർക്കും ബാധകമായ കാര്യമാണ്. സർവ്വ മനുഷ്യർക്കും ബാധകമായ കാര്യമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നശിപ്പിക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് അക്രമം പ്രവർത്തിക്കാനുള്ള ആഹ്വാനവുമല്ല. മറിച്ച് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം സർവ്വ മനുഷ്യരോടുമാണെന്ന് പറഞ്ഞല്ലോ. എല്ലാ മനുഷ്യരോടും ഇസ്ലാമിന് പറയാനുള്ള പരമപ്രധാനമായ ആശയം എന്തെന്നല്ലേ? പരിശുദ്ധ ഖുർആൻ അങ്ങ് മറിച്ചു നോക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അങ്ങ് പാരായണം ചെയ്യുമ്പോ 114 അധ്യായങ്ങളാണല്ലോ അതിലുള്ളത്. അതിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ എന്ന് പേരുള്ള ആ അധ്യായം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യം നമുക്കൊരു വിളി കേൾക്കാം. അല്ലാഹുവിന്റെ വിളിയാണ്. ആരെയാണ് വിളിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയല്ല, സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മനുഷ്യരെ, സർവ്വജനങ്ങളെയുമാണ് വിളിക്കുന്നത്. സർവ്വജനങ്ങളെയുമാണ് അല്ലാഹു വിളിക്കുന്നത്. അത് ഈ ലോകത്തും മനുഷ്യരായിട്ട് ആരൊക്കെ പിറന്നിട്ടുണ്ടോ,
എല്ലാ മനുഷ്യരെയുമുള്ള അഭിസംബോധനയാണ്. അതിലേത് വിഭാഗത്തിൽ എവിടെ ജനിച്ചു എന്നതവിടെ പ്രസക്തമല്ല. ലോകത്ത് മനുഷ്യരായിട്ട് ആരൊക്കെയുണ്ടോ ആ മനുഷ്യ സമൂഹത്തോട് മുഴുവനുമായിക്കൊണ്ട് ഇസ്ലാമിന് പല സന്ദേശങ്ങളും നൽകാനുണ്ട്. ആ സന്ദേശങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധ്യനായിക്കൊണ്ട് അല്ലാഹയല്ലാതെ മറ്റാരുമില്ല. ജനങ്ങളെ, ഇലാഹായി അല്ലാഹനെ മാത്രമേ അംഗീകരിക്കാവൂ. ആരാധനയ്ക്ക് അർഹനായി അതിനവകാശപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ലാതെ ഒരു ശക്തിക്കും ആരാധന കൊടുത്തു പോകരുത്. ഒരു ശക്തിയും ഇലാഹല്ല കേട്ടോ. അല്ലാഹ് മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് രക്ഷകനെന്ന വ്യക്തമായ ആ പരമപ്രധാനമായ സത്യമത വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുന്ന ഏതൊരു നിഷ്പക്ഷ ബുദ്ധിക്കും ആദ്യം തന്നെ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണേ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണേ. അപ്പൊ മനുഷ്യന് സ്വാഭാവികമായും ഒരു ചോദ്യം വരില്ലേ, എന്തുകൊണ്ട് മറ്റാരെയും ആരാധിച്ചുകൂടാ? അല്ലെങ്കിൽ ഏതാണ് റബ്ബ്? ഏത് റബ്ബിനെയാ ഞങ്ങൾ ആരാധിക്കേണ്ടത്? ഉടനെ തന്നെ അല്ലാഹുവിന്റെ കൃത്യമായ വിശദീകരണം. അധികമൊന്നും ആലോചിക്കേണ്ട ജനങ്ങളെ, നിങ്ങൾ ഇബാദത്ത് കൊടുക്കേണ്ടുന്ന റബ്ബ്, നിങ്ങൾ ആരാധന നൽകേണ്ടുന്ന റബ്ബ് ഈ പ്രപഞ്ചത്തിൽ എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരാം. അല്ലാഹു തആല പറയുന്നു, നിങ്ങളുടെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ഏതാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ ആരാധിക്കൂ ജനങ്ങളെ. നിങ്ങളെ മാത്രമാണോ? വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണവൻ. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണവൻ. തീർന്നില്ല. എങ്കിൽ മനുഷ്യരെ മാത്രം പടച്ചവനാണോ അല്ലാഹു? ഒരിക്കലുമല്ല. അവനാരാണ്? അവൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവനാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പെന്നോണം ഏർപ്പെടുത്തി തന്നവനാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാആ, മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശലോകമില്ലേ, ആ ആകാശത്തെ നിങ്ങൾക്ക് ഒരെടുപ്പെന്ന നിലക്ക് സംവിധാനിച്ചു തന്നവനാണവൻ. വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്കവൻ ഉപരിലോകത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവനാണ്. അത് മുഖേന നിങ്ങൾക്ക് എത്രയോ കാർഷികമായ ഫലങ്ങൾ നിങ്ങൾക്കവൻ ഉൽപ്പാദിപ്പിച്ചു തരുന്നില്ലേ? റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായിക്കൊണ്ട്, നിങ്ങൾക്ക് ആഹാരമായിക്കൊണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട്, ഈ ലോകത്ത് എല്ലാ സംവിധാനങ്ങളും എന്ന നിലക്ക് മഴ തന്നെ നിങ്ങൾക്കിറക്കി തന്ന് അതിലൂടെ മനുഷ്യ ഭൂമിയിൽ നിങ്ങൾക്ക് താമസിച്ചാ പോരല്ലോ. ആകാശം വേണ്ടേ? ആകാശവും മാത്രം പോരല്ലോ. ആകാശത്തിന്റെ ചുവടെ സ്വൈരമായി ജീവിക്കണ്ടേ? അതിന് ഭക്ഷണം കഴിക്കണ്ടേ? അങ്ങനെ സർവ്വ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തന്നവനായ റബ്ബാരോ, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണേ. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുകയാണ്, ഫലാ തജഅലൂ ലില്ലാഹ്, ആകയാൽ നിങ്ങൾ അല്ലാഹുവിനൊരിക്കലും സമന്മാരെ സങ്കൽപ്പിച്ചു പോകരുത്. ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ സങ്കൽപ്പിച്ചു പോകരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാമെന്നിരിക്കെ. ഏത് കാര്യങ്ങൾ? എല്ലാ മനുഷ്യരോടുമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളോടും ജാതി മതഭേദമെന്നേ ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ ഒരു സന്ദേശത്തിൽ നമുക്ക് എത്രമാത്രം വലിയ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. സർവ്വ മനുഷ്യരോടും പറയുകയാണ്, നിങ്ങളുടെ ശരീരം നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തെയോ ഏതെങ്കിലും ഒരു ഭാഗത്തെയോ അല്ലാഹയല്ലാതെ മറ്റാരെങ്കിലും പടച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുൻഗാമികളെ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ലാഹയല്ലാതെ? എന്ത് പേര് പറഞ്ഞാലും വിരോധമില്ല. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്നും ആ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യം